ഫിലേമോന് എഴുതിയ ലേഖനം. ഫിലേമോന് എഴുതിയ ലേഖനവും പൗലോസിന്റെ മറ്റ് ലേഖനങ്ങളുടെ രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ഹ്രസ്വവും വ്യക്തിപരവുമായ ഒരു കത്താണ് ഇത്. ഇതിൽ പ്രകടമായിരിക്കുന്ന വികാരങ്ങൾ നോക്കിയാൽ പൗലോസും ഫിലേമോനും ഉറ്റ സ്നേഹിതരായിരുന്നു എന്ന് കാണാം. ഒനേസിമോസ് ഉൾപ്പെടെ ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികൾ എല്ലാം കൊലോസിയർ 4:7-9 വരെയുള്ളതിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൊലോസിയിൽ ജീവിച്ചിരുന്ന ധനികനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഫിലേമോൻ. അക്കാലത്തെ മറ്റ് ധനികരെ പോലെ അദ്ദേഹത്തിനും അടിമകളുണ്ടായിരുന്നു. ഫിലേമോന്റെ വിസ്തൃതമായ ഭവനം ക്രിസ്തീയ ആരാധനയ്ക്ക് തുറന്നുകൊടുക്കപ്പെട്ടിരുന്നു. ഫിലേമോന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ അടിമയാണ് ഒനേസിമോസ്. റോമിലെത്തിയ ഒനേസിമോസ് പൗലോസിന്റെ പ്രവർത്തനത്താൽ ഒരു ക്രിസ്തു വിശ്വാസിയായി തീർന്നു. അങ്ങനെ പൗലോസിന്റെ ആത്മമിത്രവും. ഫിലേമോൻ ഒനേസിമോസിനെ ഒരു ദാസനായിട്ടല്ല, ക്രിസ്തുവിൽ പ്രിയ സഹോദരനായി സ്വീകരിക്കണമെന്ന് ഈ കത്തിലൂടെ പൗലോസ് ആവശ്യപ്പെടുന്നു. എല്ലാ മാനുഷിക ബന്ധങ്ങളും ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുന്നു എന്ന് ഈ ലേഖനം വ്യക്തമാക്കുന്നു. പൗലോസ് ഈ ലേഖനം എഴുതുന്നത് മിക്കവാറും റോമിൽ വീട്ടുതടങ്കലിൽ പാർത്തിരുന്നപ്പോൾ ആയിരിക്കും. ഓടിപ്പോയ അടിമയെ ഇഷ്ടാനുസരണം കഠിനമായി ശിക്ഷിക്കുന്നതിന് റോമ നിയമം അനുവദിച്ചിരുന്നു. എന്നാൽ ഒനേസിമോസിനെ കരുണയോടും സ്നേഹത്തോടും കൂടെ സ്വീകരിക്കണം എന്ന് പൗലോസ് അഭ്യർത്ഥിക്കുന്നു. പൗലോസ് അടിമ വ്യാപാരത്തെ ചോദ്യം ചെയ്യുന്നില്ല. സമൂഹത്തിൽ നിലവിലിരുന്ന വ്യവസ്ഥിതിയായി കരുതുന്നതായി തോന്നുന്നു. എന്നാൽ ഒനേസിമോസിനെ ഇനി ദാസനായിട്ടല്ല, പ്രിയ സഹോദരനായി കരുതണം എന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ ഒരു സാമൂഹിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചതായി കാണാം. ലേഖനങ്ങളിൽ പൗലോസ് അടിമകളോട് വിശ്വസ്തയോടെ വേല ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്നു. എന്നാൽ അതിലുപരിയായി അടിമകളോട് കരുണ കാണിക്കണമെന്ന് യജമാനന്മാരോട് ആജ്ഞാപിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ ദാസനും സ്വതന്ത്രനും, യഹൂദനും യവനനും എല്ലാം യേശുക്രിസ്തുവിൽ തുല്യരാണ് എന്ന് പൗലോസ് ഉപദേശിക്കുന്നു. 1 മുതൽ 3 വരെ അഭിവാദനങ്ങൾ, 4 മുതൽ 7 വരെ ഫിലേമോന്റെ സ്നേഹവും വിശ്വാസവും, 8 മുതൽ 22 വരെ ഒനേസിമോസിനു വേണ്ടി അപേക്ഷിക്കുന്നു, 23 മുതൽ 25 വരെ സമാപനാശംസകൾ. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനം. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോഥെയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലേമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹഭടനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദരാ, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവുമുണ്ടായി. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താലെന്ന പോലെയല്ല, മനസ്സോടെയാകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവനിനി ദാസനല്ല, ദാസനുമീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും
എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളിയെന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്ത കൈയാൽ എഴുതിയിരിക്കുന്നു. ഞാൻ തന്നു തീർക്കാം, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്ക. നിന്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലുമധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശയുണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. ക്രിസ്തുയേശുവിൽ എന്റെ സഹബദ്ധനായ എപ്പഫ്രാസും എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.